കൃഷ്ണ ഗുരുവായൂരപ്പ. നാരായണീയം പ്രഥമസ്കന്ധം ദശകം 1 അതിലെ 3-4 ശ്ലോകങ്ങളാണ് ഇന്ന് നമ്മൾ ചൊല്ലി അതിൻ്റെ അർത്ഥം അടക്കം പറയുന്നത്. സത്വം യത്തത് പരാഭ്യാമ പരികുലനതോ നിർമ്മലം തേന താവത് ഭൂതേർഭൂതേന്ദ്രിയസ്തേവ ഭുരിതി ബഹുശ ശ്രൂയതേ വ്യാസവാക്യം തൽസ്വച്ഛത്വാദ്യതപരസുഖചിദ്ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാരമന്ദേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. തൽപരാഭ്യാം അപരികലനത, അതിൽ നിന്ന് ഭക്ഷ്യമാണായ സത്വത്തിൽ നിന്ന് അന്യായങ്ങളായവയോടെ രജസ്സിനോടും തമസ്സിനോടും പരികലനം സമ്പർക്കം കൂടിച്ചേരൽ ഇല്ലായ്കയാൽ നിർമ്മലം യത് സത്വം തേന താവത് ഭൂതേ, ശുദ്ധമായ യാതൊരു സത്വഗുണമുണ്ടോ അതുകൊണ്ടു തന്നെ ഉണ്ടായ ഭൂതേന്ദ്രിയേ, ഭൂതങ്ങളെക്കൊണ്ടും ഉപദാന കാരണങ്ങളെക്കൊണ്ടും ഇന്ദ്രിയങ്ങളെക്കൊണ്ടും ആകുന്നു. തേ വപു ഇതി, അങ്ങയുടെ ശരീരം എന്ന് വ്യാസവാക്യം ബഹുശ ശ്രൂയതേ, വ്യാസഭഗവാൻ പല ഉരി പറഞ്ഞതായി കേൾക്കുന്നു, അറിയുന്നു. തൽ സ്വച്ഛത്വാദ്, ആ നൈർമല്യം ഹേതുവായിട്ടും യത് യാതൊരു വപുസ് അച്ഛാദിത പരസുഖചിദ്ഗർഭ നിർഭാസരൂപം, മറവില്ലാത്ത ഉത്കൃഷ്ടമായ സുഖമായും പ്രകാശമായും ഉള്ളിൽ നന്നായി വിളകുന്ന രൂപമുള്ളതാകുന്നുവോ. ശ്രുതിമതിമധുരേ സുഗ്രഹേ തസ്മിൻ തേ വിഗ്രഹേ, കേൾപ്പാനും സ്മരിപ്പാനും രസം തോന്നിക്കുന്നതും സുഖേന ഗ്രഹിക്കാവുന്നതുമായ അങ്ങയുടെ ആ വിഗ്രഹത്തിങ്കൽ വപുസ്സിങ്കൽ ധന്യാരമന്തേ, ഭാഗ്യശാലികളായ ജനങ്ങൾ രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അച്ഛാദിത രൂപം, മറവില്ലാത്തതും ഉത്കൃഷ്ടവുമായ സുഖവും പ്രകാശവും നിറഞ്ഞ് നിശേഷം വിളങ്ങുന്ന സ്വരൂപത്തോടു കൂടിയത് എന്നിങ്ങനെയുമാകാം. അവിടുത്തെ സ്വരൂപം ശുദ്ധ സത്വാത്മകമാകുന്നു. ആകയാൽ അത് ചിദാനന്ദമയമാണ്. ശ്രവണ മനനങ്ങൾക്ക് രുചികരമായ ആ ഭഗവത് സ്വരൂപത്തിങ്കൽ രമിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. എന്നുവെച്ചാൽ രജോഗുണത്തോടും തമോ ഗുണത്തോടും കലരാത്ത ശുദ്ധ സത്വഗുണവും, അതിനാൽ തന്നെ ഉൽപ്പന്നങ്ങളായ പൃഥ്വി, ആകാശം, ജലം, വായു, അഗ്നി എന്നീ പഞ്ചഭൂതങ്ങളോടും ചക്ഷുസ്, ശ്രോത്രം, ജിഹ്വ, ഘ്രാണം, ത്വക്ക്, വാക്ക്, പാണി, പാദം, വായു, ഉപസ്ഥം, മനസ്സ് എന്നീ ഏകാദശേന്ദ്രിയങ്ങളോടും കൂടിയതാണ് അങ്ങയുടെ ദിവ്യമംഗള വിഗ്രഹം എന്ന് ഭഗവത് സ്വരൂപിയായ വേദവ്യാസ മഹർഷി പലയിടത്തും വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ദർപ്പണത്തിൽ സൂര്യരശ്മി എപ്രകാരം പ്രതിബിംബിച്ച് ദർപ്പണത്വ ബുദ്ധിയെ കൊടുക്കാതെ പ്രകാശത്തെ മാത്രം കൊടുക്കുന്നുവോ, അപ്രകാരം അച്ചസ്ഫടിക തുല്യമായ അങ്ങയുടെ വപുസ്സിൽ മറയ്ക്കപ്പെടാത്തതായ ചിദാനന്ദൈകര രസമാകുന്ന ബ്രഹ്മം അന്തർഭാഗത്ത് പ്രതിബിംബ രൂപേണ നിറഞ്ഞ് അതിപ്രകാശരൂപമായി ഭവിക്കുന്നു. കേൾക്കുകയും സ്മരിക്കുകയും ചെയ്യുന്നവർക്ക് ശ്രവണേന്ദ്രിയത്തിനും അന്ധകരണത്തിനും പരമാനന്ദമരുളുന്ന സുഗ്രഹമായിരിക്കുന്ന അങ്ങയുടെ ആ വിഗ്രഹത്തിൽ ധന്യന്മാർ പ്രേമലക്ഷണയായ ഭക്തിയിൽ മുഴുകുന്നു. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധോ കല്ലോലുല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ കസ്മാന്നോ നിഷ്കളസ്തം സകള ഇതി വചസ്ത്വത്കലാസേവഭൂമൻ. നിഷ്കമ്പേ, അനക്കമില്ലാത്തതും നിത്യപൂർണേ, എന്നും നിറഞ്ഞതും നിരവധി പരമാനന്ദ പീയൂഷരൂപേ,
അവസാനമില്ലാത്ത പരമാനന്ദമാകുന്ന അമൃതം തന്നെ സ്വരൂപമായതും നിർലീനാനേക മുക്താവലി സുഭഗതമേ കണക്കറ്റ മുക്താവലി ഇതിൽ ലയിച്ചിട്ടുള്ളതിനാൽ അത്യന്തം സ്പൃഹണീയമായ നിർമ്മല ബ്രഹ്മസിദ്ധോ ശുദ്ധ സത്വാത്മകമായ ബ്രഹ്മമാകുന്ന സമുദ്രത്തിലെ കല്ലോലുല്ലാസതുല്യം തിരയടിക്ക് തുല്യമാണ് വിമലതരം സത്വം അത്യന്ത ശുദ്ധമായ സത്വഗണം എന്ന് ആഹുഗലു അറിവുള്ളവർ പറയുന്നുവല്ലോ. തദാത്മാത്വം കസ്മാത് നോ നിഷ്കള താദൃശ്യ സത്വസ്വരൂപനായ അവിടുന്ന് എന്തു കാരണത്താൽ നിഷ്കളങ്കനാകുന്നില്ല? നിഷ്കളൻ തന്നെ. ഭൂമൻ എല്ലായിടത്തും നിറഞ്ഞവനെ. സ്കള ഇതി വച തത് സ്കളൻ എന്ന ചൊല്ല് അവിടുത്തെ കലകളിൽ കലാസു ഏവ കലകളെ വിഷയമാക്കിക്കൊണ്ട് ആകുന്നു. മുക്താവലി എന്ന് പറഞ്ഞാൽ മുക്തന്മാരുടെ സമൂഹം എന്നും മുത്തുമണികളുടെ കൂട്ടം എന്നും രണ്ടർത്ഥമുണ്ട്. കലകൾ ത്രിമൂർത്തികളും മറ്റവതാരം താൽപര്യാഭ്യാം അപരികലനത ഇത്യദ്യ വാക്യത്തിന്റെ വിവരണമാണ് ഈ ശ്ലോകം. ഭാവവികാരങ്ങൾക്കതീതമായി അഖണ്ഡമായി കാലദേശാശ്രയങ്ങളാൽ പരിച്ഛേദിക്കാനാവാത്ത ബ്രഹ്മാനന്ദത്തെ ധാരാളം മുക്തന്മാർ എല്ലായ്പ്പോഴും അനുഭവിക്കുക നിമിത്തം അന്യജനങ്ങൾക്കും മോക്ഷേച്ഛയെ ജനിപ്പിക്കുന്നതിനായി മായാബന്ധമില്ലാത്തതിനാൽ അത്യഗാധമായി വർഷക്കാലത്തും വേനൽക്കാലത്തും അളവറ്റ ജലത്തിൽ നിറഞ്ഞ് പരമാനന്ദത്തെ പ്രദാനം ചെയ്യുന്ന അമൃതിൻ്റെ ഉൽപ്പത്തി സ്ഥാനമായി മുങ്ങിക്കിടക്കുന്ന അനേകം മുത്തുകളെ കൊണ്ട് ശോഭിക്കുന്ന അതിനിർമ്മലമായ ബ്രഹ്മസമുദ്രത്തിൽ അതിൽ നിന്നും ഭിന്നമല്ലാത്ത അത്യന്തം പരിശുദ്ധമാകുന്ന സത്യഗുണമാകുന്ന തിരമാലകൾ ശോഭിക്കുന്നു. അല്ലയോ പരിപൂർണനായ ഭഗവാനെ, അങ്ങ് എന്തുകൊണ്ട് നിഷ്കളനായി ഭവിക്കുന്നില്ല? അങ്ങ് തീർച്ചയായും നിഷ്കളൻ തന്നെയാണ്. സകളൻ എന്ന കീർത്തി അങ്ങയുടെ അംശാവതാരങ്ങളുടേതാകുന്നു. ശ്രീ ഗുരുവായൂരപ്പനായ ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രമാണ് പൂർണ്ണ അവതാരമെന്നും മറ്റുള്ള അവതാരങ്ങൾ അംശാവതാരങ്ങൾ മാത്രമാണെന്നുമാണ് പറയപ്പെടുന്നത്. അതായത് മേൽപ്പത്തൂർ അങ്ങനെയാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വന്ന കാര്യമാണത്. അപ്പം എല്ലാവർക്കും 3ഉം 4ഉം ശ്ലോകങ്ങൾ കേൾക്കുക. ഇനി അടുത്ത ഭാഗത്തിൽ അടുത്തതായിട്ടുള്ള 5ഉം 6ഉം ശ്ലോകങ്ങൾ ഇടാം. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ തിരുനടയിലെത്തി ഗുരുവായൂരപ്പനെ സ്തുതിക്കാനുള്ള സാധ്യത ഉണ്ടാവട്ടെ. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ ശരണം.